ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇതൊരു 5 മണി ഏർലി മോർണിംഗ് ആണ്. 5 മണി സമയമാണ്. മെട്രോ സ്റ്റേഷനാണ് കേട്ടോ കാണുന്നത്. എളംകുളം മെട്രോ സ്റ്റേഷനാണത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനാണത്. അപ്പോൾ രാവിലത്തെ നല്ല രസമായ വ്യൂ ആണ്. രസമായ വ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്താണെന്ന് വെച്ചാൽ ശരിക്കും കാണാൻ പറ്റത്തില്ല. ഏകദേശം 4:45 കേട്ടോ, 5 മണിയല്ല 4:45, കറക്റ്റ് 4:45. അപ്പോൾ രാവിലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പൊന്നേത്ത് ടെമ്പിൾ എന്നാണ്, പൊന്നേത്ത് അമ്പലമാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള. ഞാൻ അകത്തധികം ഷൂട്ട് ചെയ്യാൻ എന്തോ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ അമ്പലക്കുളത്തിൽ നിറച്ച് മീനുണ്ട്, നല്ല വലിയ മീനുകളാണ് കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം, കണ്ടോ, നല്ല വലിയ മീനുകളാണ്. വേറെ പിടിക്കത്തൊന്നുമില്ല കേട്ടോ ഇവിടുന്ന്. ജസ്റ്റ് അമ്പലത്തിൽ നമ്മൾ ഈ നെല്ല് അത് ഇതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അതിന് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം ചിലപ്പോൾ, ഞാൻ കൊടുക്കാറില്ല, ആൾക്കാരാണ് കൊടുക്കണേ കണ്ടിട്ടുണ്ട്. അത് കുട്ടികളൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം എനിക്കൊന്ന് കടയിൽ പോകണമായിരുന്നു കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പുണ്ട്. ഞാൻ എപ്പോഴും അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഷോപ്പിൽ നിന്നാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാറ്. അല്ലെങ്കിൽ ഞാൻ സാധാരണ സ്വിഗ്ഗിന്നോ അല്ലെങ്കിൽ ബ്ലിങ്കിറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണല്ലോ, നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ തന്നെ വരും. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ പോണതും ഇഷ്ടമൊക്കെയാണ് മനസ്സിനെ വയലിൽ. അപ്പോൾ കുറേ കണ്ടപ്പോൾ ഞാൻ ഈ പാക്കറ്റ് ഇടിയപ്പൊന്നും അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാറ് പതിവ്. പിന്നെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഷോപ്പോ. ഇപ്പോൾ അവർ കുറച്ച് റാക്കൊക്കെ വെച്ച് സൂപ്പർ മാർക്കറ്റിനെ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കൃഷ്ണനൊക്കെ ഇട്ടതാണ്. ആ വരച്ചേക്കണത് അർജുനൻ്റെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ വരച്ച കേട്ടോ. അപ്പം ഞാൻ രാവിലത്തെ പണിയിലേക്ക് അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞ് വന്ന് അവിയലൊക്കെ വെക്കുകയാണ് ആദ്യം തന്നെ ലഞ്ചിന് വേണ്ടിയിട്ട്. എല്ലാ വെജിറ്റബിൾസും പ്രീവിയസ് ഡേ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് തൈര് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തേങ്ങ, ഉള്ളി, ജീരകം, പിന്നെ കുറച്ച് പച്ചമുളക്, വേപ്പില ഇത്രയും ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യുക. നന്നായിട്ട് അറിയണ്ട, എല്ലാവർക്കും നന്നായിട്ട് അവിയലൊക്കെ വയ്ക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്നെക്കാളും നന്നായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. ഇതെൻ്റെ വേർഷനാണ്. എന്നിട്ട് ആ അരപ്പ് ചേർക്കുക, കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ വേപ്പില ഇട്ട് നമ്മുടെ കറി റെഡി. ഇനി ഞാൻ രാവിലെ ഉണ്ടാക്കിയത് അപ്പം മുട്ടക്കറി കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ എൻ്റെ ഈ പരിപാടികളൊക്കെ. പടപടേന്ന് മുട്ടക്കറി ഉണ്ടാക്കി. ഇത് ഫ്ലവർ അപ്പം കേട്ടോ, അത് ശ്രമിച്ച് നോക്കിയത് പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ കൊടുത്തു. അവരെല്ലാവരും പോയി. അപ്പോൾ ഇത് ബാക്കി കുറച്ചപ്പം കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നോക്കിയപ്പോൾ എന്താ ഒരു 10 മണിയായപ്പോൾ പിന്നെയും മഴ, ഭയങ്കര മഴ. ഒരു ഈവനിങ് പോലെ ഇരിക്കുന്നു അല്ലേ. ആ ഒരു രാവിലെ 10 മണിയാണെന്ന് പോലും തോന്നുന്നില്ല, ഒരു ഈവനിങ് പോലെ വല്ലാണ്ട് ഇരുട്ട് മൂടി കിടക്കുകയാണ്. എന്തായാലും കുട്ടികളൊക്കെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടൊരു സമാധാനം. വീട്ടിൽ ഓൺ ദ വേ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ സ്കൂളെത്തി അവരകത്താണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സ്വസ്ഥത അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരു എരിശ്ശേരിയും കൂടി, അവിയലിൻ്റെ കൂടെ ഞാനൊരു എരിശ്ശേരിയും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എരിശ്ശേരിക്ക് ഞാൻ പരിപ്പ് നന്നായിട്ട് വേവിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെന്താണ് നമ്മുടെ പംകിൻ ഉണ്ടല്ലോ, മത്തങ്ങയും കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു വിസിലടിച്ചിട്ട് പിന്നെ തേങ്ങ, ഉള്ളി, ജീരകം കൂടി അരച്ച്, ഇത് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ, അവിയലിൻ്റെ ഭാഗമല്ല, നന്നായിട്ട് അരയ്ക്കണം. അരച്ച് ചേർത്തിട്ട് കടുക്, കുറച്ച് ഉഴുന്നുപരിപ്പ് ഇടും കേട്ടോ. ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ കടുക്, ഉഴുന്നുപരിപ്പ്, പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട്, തേങ്ങ ആക്ച്വലി സ്പീക്കിംഗ് നന്നായിട്ട് ചുമക്കണം. എനിക്ക് ചുമന്ന് പോവാൻ നിൽക്കാനുള്ള ഒരു മടിയും ക്ഷമയില്ലായ്മയൊക്കെ കാരണം ഞാൻ വേഗം ഒരു ബ്രൗൺ തുടങ്ങുമ്പോഴേക്കും തന്നെ ഞാൻ അങ്ങോട്ട് കടുക് വറുത്തിടും. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഈ എരിശ്ശേരി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.